കഥ ദാസന്റെ പ്രണയ സാമ്രാജ്യം. 10ാം ക്ലാസ്സിലെ ഏറ്റവും നിഷ്കളങ്കനായ കുട്ടിയായിരുന്നു ദാസൻ. അവന്റെ നിറം കറുത്ത മണ്ണിൽ നിന്ന് ഉയർന്നു വന്നതുപോലെ ആഴമുള്ളതും ഉറച്ചതുമായിരുന്നു. ചെറുതായി ചുരുണ്ട മുടിയും വലിയ കണ്ണുകളും എപ്പോഴും നാണം കൊണ്ട് ചുവന്നു പോകുന്ന കവിളുകളും അവനെ കൂടുതൽ മനോഹരനാക്കിയിരുന്നു. അവന്റെ പുഞ്ചിരിയിൽ ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ നിഷ്കളങ്കതയുണ്ടായിരുന്നു. പാത്തുവിൻ്റെ നിറം വെണ്ണക്കല്ലിൻ്റേതുപോലെ തിളങ്ങുന്ന മൃദുവും ശുദ്ധവുമായ ഒരു ദേഹലാവണ്യം. നീണ്ട കറുത്ത മുടി, വലിയ വിടർന്ന കണ്ണുകൾ, വട്ടത്തിലുള്ള മനോഹരമായ മുഖം അവൾ ക്ലാസ്സിലെ എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ചിരുന്നു. പക്ഷെ അവളുടെ കണ്ണുകൾ എപ്പോഴും ദാസന്റെ തെളിഞ്ഞ നോട്ടത്തിലേക്ക് മാത്രമേ തിരിയൂ. കണക്ക് സാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ദാസൻ നൽകുന്ന നിഷ്കളങ്കമായ മറുപടികൾ കേട്ട് ക്ലാസ് മുഴുവൻ ചിരിയുടെ ആരവമാവുമ്പോഴും പാത്തു മാത്രം ചിരിക്കില്ലായിരുന്നു. അവളുടെ കണ്ണുകൾ അവൻ്റെ തെളിഞ്ഞ നോട്ടത്തിലേക്ക് നോക്കി മൃദുവായി പുഞ്ചിരിക്കുമായിരുന്നു. മറ്റുള്ളവർ അവനെ മണ്ടൻ എന്ന് വിളിച്ചപ്പോഴും പാത്തു അവനെ സ്നേഹത്തോടെ ദാസ എന്ന് മാത്രം വിളിച്ചു. ആ വിളിയിൽ ഒരു മധുരമുണ്ടായിരുന്നു, ഒരു പൂവ് വിടരുന്നത് പോലെ. ഒരു മഴക്കാല ദിവസം സ്കൂൾ വരാന്തയിൽ കുട മറന്ന് മഴ തോരാൻ കാത്തു നിൽക്കുന്ന പാത്തുവിനെ കണ്ട ദാസൻ വിറക്കുന്ന കൈകളോടെ തൻ്റെ പഴയ കുട നീട്ടി. പാത്തു, മഴ നനഞ്ഞാൽ പനി പിടിക്കും, എൻ്റെ കുട എടുത്തോ. ദാസ, നീ നനഞ്ഞാൽ പനി പിടിക്കില്ലേ? ദാസൻ മന്ദഹാസത്തോടെ തല കുലിച്ചു. എനിക്ക് മഴയോട് പേടിയില്ല പാത്തു, നീ സുരക്ഷിതമായി വീട്ടിലെത്തിയാൽ മതി, ഞാൻ മഴയോടൊപ്പം നടക്കാം. ആ ദിവസം പാത്തു മനസ്സിലാക്കി, ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ സ്നേഹം ഏറ്റവും ലളിതമായ വാക്കുകളിലൂടെയാണ് പൂക്കുന്നതെന്ന്. 10ാം ക്ലാസ് കഴിഞ്ഞ് ദാസൻ പഠനം നിർത്തി. പക്ഷേ ഹിന്ദി മാഷിൻ്റെ ശുപാർശയിൽ കോളേജ് ലൈബ്രറിയിൽ ജോലി കിട്ടി. പുസ്തകങ്ങൾ അടുക്കി വയ്ക്കുകയും സ്നേഹത്തോടെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ജോലി. +2 കഴിഞ്ഞ് പാത്തുവും അതേ കോളേജിൽ ചേർന്നു. ലൈബ്രറിയിൽ അവൾ കൂടുതൽ സമയം ചെലവഴിച്ചു. ഒരു ദിവസം ദാസൻ ഒരു പഴയ കവിതാ പുസ്തകം നീട്ടി. പാത്തു, ഞാൻ വായിക്കാറില്ലെങ്കിലും നിനക്ക് വായിക്കാൻ ഇഷ്ടമാണെന്നറിയാം. ഇത് എൻ്റെ അമ്മയുടേതാണ്, നിനക്ക് തരാം, നീ വായിക്കുമ്പോൾ ഞാൻ നിന്നെ നോക്കിയിരിക്കാം. പാത്തു കണ്ണുകൾ നിറച്ചു ചോദിച്ചു. ദാസ, എന്താണ് നിനക്ക് എന്നോട് ഇത്ര സ്നേഹം? ദാസൻ നാണത്തോടെ പുഞ്ചിരിച്ചു. നിന്നെ കണ്ടാൽ എൻ്റെ ഉള്ളിലൊരു പൂവ് വിരിയുന്നത് പോലെ തോന്നുന്നു പാത്തു. മറ്റുള്ളവർ എന്നെ കളിയാക്കി ചിരിക്കുമ്പോൾ നിന്റെ കണ്ണുകളിൽ മാത്രം സ്നേഹമുണ്ട്, അത് മതി എനിക്ക്. ദിവസങ്ങൾ പൂക്കളായി അടർന്നു വീണു. ഒരു ദിവസം ദാസനെ കോളേജിൽ കാണാതായപ്പോൾ പാത്തു അന്വേഷിച്ചു. അമ്മ മരിച്ച വിവരം അറിഞ്ഞ അവൾ നേരെ അവൻ്റെ വീട്ടിലെത്തി. ദാസൻ ക്ഷീണിച്ച് കണ്ണുകൾ ചുവന്ന് വാതിലിൽ ചാരി നിന്നു. പാത്തു അവൻ്റെ കൈപിടിച്ച് അകത്തേക്ക് കയറി അടുത്തിരുത്തി. ദാസൻ വിതുമ്പി, അമ്മ പോയി പാത്തു, എന്നെ ഒറ്റയ്ക്കാക്കി, ഞാൻ ഇനി ആരോട് മിണ്ടും? എൻ്റെ ശമ്പളം ആരുടെ കയ്യിൽ കൊടുക്കും? അവൻ കരഞ്ഞു. പാത്തു അവൻ്റെ കൈ മുറുകെ പിടിച്ചു. നീ ഒറ്റയ്ക്കല്ല ദാസ, ഞാനുണ്ടല്ലോ നിനക്ക്. ദാസൻ വിതുമ്പി, പാത്തു, നീയും എന്നെ വിട്ടുപോവോ? പാത്തു അവൻ്റെ മുടിയിഴകളിൽ തഴുകി കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൻ്റെ കണ്ണീരിൻ്റെ നോവ് അവളുടെ ഹൃദയം ഏറ്റുവാങ്ങി. പിറ്റേന്നു മുതൽ ദാസൻ പാത്തുവിൻ്റെ നിർബന്ധപ്രകാരം കോളേജിൽ വരാൻ തുടങ്ങി. ഉച്ചക്ക് പാത്തു ഭക്ഷണം കഴിക്കാൻ നേരം ദാസനെയും വിളിക്കും. അവരൊരുമിച്ചിരുന്ന് കഴിക്കും. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞാൽ ഒരുമിച്ച് ചായ കുടിക്കാൻ പോകും. മാസങ്ങൾ അങ്ങനെ മധുരമായി കടന്നുപോയി. പാത്തുവിൻ്റെ ഡിഗ്രി കഴിഞ്ഞ് PGക്ക് ഡൽഹിയിലേക്ക് പോകേണ്ടി വന്നപ്പോൾ ദാസൻ്റെ ലോകം ശൂന്യമായി. പക്ഷെ അവൾ അവന് ഒരു ഫോൺ സമ്മാനിച്ചു. ആ ഫോണിൽ ഒരൊറ്റ നമ്പർ മാത്രം. രാത്രികളിൽ അവൾ വിളിക്കുമ്പോൾ അവൻ നാണത്തോടെ പുഞ്ചിരിക്കും. അവൾ കെഞ്ചി ചോദിക്കും, നിന്റെ വിശേഷങ്ങൾ പറയ് ദാസ. അവൻ പറയുന്നത് കുറച്ചേ ഉണ്ടാവൂ. പക്ഷെ അവൾക്ക് അവൻ്റെ ഹൃദയം മുഴുവൻ വായിക്കാൻ കഴിയുമായിരുന്നു. പാത്തുവിൻ്റെ PG പൂർത്തിയായി. ഡൽഹിയിലെ തിരക്കേറിയ ജീവിതത്തിൻ്റെ ശേഷിപ്പുകളോടെ അവൾ നാട്ടിലേക്ക് തിരിച്ചെത്തി.
റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ അന്വേഷിച്ചത് ഒരേ ഒരു മുഖമേ ആയിരുന്നു. പഴയ ലൈബ്രറി യൂണിഫോമിന് സമാനമായ ഒരു വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും ധരിച്ച് ദാസൻ നിന്നിരുന്നു. അവൻ്റെ മുഖം സന്തോഷത്താൽ തിളങ്ങുന്നു. കയ്യിലൊരു ചെറിയ പൊതി, അതിൽ പാത്തുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചെറിയ മധുരമായ ഉണ്ണിയപ്പം. പാത്തു അവനെ കണ്ട നിമിഷം അവനരികിലേക്ക് ഓടിയെത്തി. ദാസൻ ഒരു നിമിഷം സ്തംഭിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പാത്തു. അവൻ്റെ ശബ്ദം തണുത്ത മഴയോടൊപ്പം വിറച്ചു. പാത്തു അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞു. അവളുടെ വെണ്ണക്കല്ല് നിറമുള്ള മുഖം അവൻ്റെ നെഞ്ഞോട് ചേർന്നു. കൊണ്ട് അവൾ അവനെ വരിഞ്ഞു മുറുക്കി. ദാസൻ എന്തു ചെയ്യണമെന്നറിയാതെ കണ്ണീരണിഞ്ഞു നിന്നു. ഒടുവിൽ, നീ വന്നല്ലോ പാത്തു, ദാസൻ മന്ത്രിച്ചു. ഈ ദിവസത്തിനു വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത്. പാത്തു തലയുയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ വിടർന്ന കണ്ണുകളിൽ സ്നേഹവും കണ്ണീരും ഒരുമിച്ച്. ദാസ, ഡൽഹിയിൽ എല്ലാ ദിവസവും ഞാൻ നിന്നെ മിസ് ചെയ്തു. പുസ്തകങ്ങൾ വായിക്കുമ്പോഴും ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴും രാത്രി ഒറ്റയ്ക്ക് കിടക്കുമ്പോഴുമെല്ലാം നിന്റെ ആ നിഷ്കളങ്കമായ പുഞ്ചിരി മാത്രമാണ് എന്നെ നിലനിർത്തിയത്. നിന്റെ ഹൃദയം എൻ്റെ ഹൃദയത്തോട് ചേർന്ന് മിടിക്കുന്നത് ഞാൻ അകലെ നിന്നും അനുഭവിച്ചിരുന്നു. ദാസന് സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു. എനിക്ക് വലിയ വാക്കുകൾ പറയാൻ അറിയില്ല പാത്തു. പക്ഷെ നീയില്ലാതെ ഈ 2 വർഷം ഞാൻ അടച്ചു വെച്ച ഒരു പുസ്തകം പോലെയായിരുന്നു. നീ വന്നപ്പോൾ മാത്രം എൻ്റെ ഉള്ളിലെ എല്ലാ പേജുകളും തുറന്നു. പാത്തു അവൻ്റെ കവിളിൽ മൃദുവായി തലോടി. ദാസ, നിന്റെ ഈ സ്നേഹം ലഭിച്ച ഞാൻ ഭാഗ്യവതിയാണ്. എൻ്റെ ലോകം എത്ര വലുതായാലും എത്ര പഠിച്ചാലും വലിയ ജോലി ലഭിച്ചാലും സമാധാനം കിട്ടണമെങ്കിൽ എനിക്ക് നിന്റെ അരികെത്തണം. ദാസന് അവളുടെ നെറുകയിൽ മൃദുവായി ചുംബിക്കണമെന്ന് തോന്നി. പക്ഷെ അവൻ അതിനുള്ള ധൈര്യമില്ലായിരുന്നു. അവൻ അതിനുള്ള അർഹതയില്ലെന്നവൻ ചിന്തിച്ചു. പാത്തു അവൻ്റെ നെഞ്ചോട് കൂടുതൽ ചേർന്നു. സ്വപ്നസ്വരത്തിൽ പറഞ്ഞു, ദാസ, നമുക്ക് ഇനി ഒരിക്കലും അകലേണ്ട. നിന്റെ കൂടെ ഈ ചെറിയ നാട്ടിലെ ലളിതമായ ജീവിതം മതി. ഞാൻ ഇവിടെ തന്നെ ജോലി നോക്കിക്കോളാം. നിന്നോടൊപ്പമുള്ള ഓരോ നിമിഷവും എനിക്ക് അവാച്യമായ അനുഭൂതിയാണ്. പ്രണയത്തിൻ്റെ ലഹരിയിൽ നനഞ്ഞ മഴത്തുള്ളികൾ അവരുടെ മേൽ പെയ്തിറങ്ങിയെങ്കിലും ആ അനുഭവം പോലും അവരറിഞ്ഞില്ല. അവരുടെ പ്രണയം മഴയേക്കാൾ മൃദുവും ആകാശത്തേക്കാൾ ആഴമേറിയതുമായിരുന്നു. പാത്തുവിനെ ഒരു സമ്പന്ന കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചയക്കാൻ വീട്ടുകാർ നിശ്ചയിച്ചപ്പോൾ അവൾ 3 ദിവസം നിരാഹാരം കിടന്നു. വീട്ടുകാർ ഭയന്നപ്പോൾ അവൾ ഉറച്ചു പറഞ്ഞു, ദാസനല്ലാതെ മറ്റൊരാളെയും എനിക്ക് വേണ്ട. അവൻ്റെ ഹൃദയത്തിലെ സ്നേഹം മതി എനിക്ക്. വിവരമറിഞ്ഞ് അന്ന് വൈകുന്നേരം ദാസൻ പാത്തുവിൻ്റെ വീട്ടിലെത്തി. വീട്ടുകാർ അവനെ അപമാനിച്ചു. അവൻ തല കുനിച്ചു നിന്നു. പിന്നെ പതിയെ തലയുയർത്തി. കണ്ണുകളിൽ കണ്ണീരും ധൈര്യവും ഒരുമിച്ച്. സാറേ, ഞാൻ പഠിച്ചിട്ടില്ല, ധനികനുമല്ല. പക്ഷെ ഞാൻ പാത്തുവിനെ സ്നേഹിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ സ്നേഹമാണ്. ഞാൻ അവൾക്ക് ഒരിക്കലും വേദന നൽകില്ല. അവൾ ചിരിക്കുമ്പോൾ ഞാൻ സ്വർഗം കാണും. അവൾ കരയുമ്പോൾ ഞാൻ മരിക്കും. ജീവിതം മുഴുവൻ അവളെ ഒരു പൂവ് പോലെ നോക്കി സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാത്തു കരഞ്ഞുകൊണ്ട് ഓടി വന്ന് അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞു. വീട്ടുകാരുടെ മനസ്സ് മാറി. കല്യാണ ദിവസം മഴ നേരത്തെ പെയ്തുകൊണ്ടിരുന്നു. പന്തലിനുള്ളിൽ സ്വർണ്ണ നിറത്തിലുള്ള പട്ടുസാരി അണിഞ്ഞ് പാത്തു ദേവതയെപ്പോലെ തിളങ്ങി നിന്നു. ദാസൻ അവളെ ആരാധനയോടെ നോക്കി. പാത്തു, ഞാൻ നിനക്ക് വലിയ സമ്മാനങ്ങൾ തരാൻ പോകുന്നില്ല. പക്ഷേ എൻ്റെ ഹൃദയം മുഴുവൻ, എൻ്റെ ജീവിതം മുഴുവൻ നിന്റെ കാൽക്കീഴിൽ വെച്ച് തരാം. നീ എപ്പോഴും ചിരിക്കണം. അതു മതി എനിക്ക്. പാത്തു കണ്ണുകൾ നിറച്ച് പുഞ്ചിരിച്ചു. നിന്റെ ആ നിഷ്കളങ്കമായ സ്നേഹമാണ് പുഞ്ചിരിച്ചു. നിന്റെ ഈ നിഷ്കളങ്കമായ സ്നേഹമാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ദാസ. മഴയുടെ മൃദുവായ ശബ്ദം ജനലിന് പുറത്ത് ഒരു പഴയ മൂളിപ്പാട്ട് പോലെ മന്ത്രിച്ചു കൊണ്ടിരുന്നു. പുതിയ വീടിൻ്റെ ശയനമുറിയിൽ മഞ്ഞവിളക്കിൻ്റെ മൃദുവായ വെളിച്ചം അവരുടെ മുഖങ്ങളിൽ സ്വപ്നതുല്യമായ ഒരു മഞ്ഞിറക്കം പടർത്തി. പാത്തു മനോഹരമായ വെള്ള നൈറ്റിയിൽ നിന്നു. അവളുടെ മനസ്സിൽ നാണവും ആനന്ദവും ഒരുമിച്ച് തിരമാലയടിച്ചു. ദാസൻ വാതിലടച്ച് അകത്തു വന്നു. അവളെ ഒരു നിമിഷം നോക്കി നിന്നു. അവൻ്റെ കൈകൾ വിറച്ചു. പാത്തു, അവൻ്റെ ശബ്ദം താണു. നിന്നെ തൊടാൻ പോലും എനിക്ക് ഭയമാണ്. നീ ഒരു പൂവ് പോലെയാണ്. ഞാൻ തൊട്ടാ നീ വേദനിക്കുമോ എന്നാണ് എൻ്റെ പേടി. പാത്തു മന്ദഹാസത്തോടെ അടുത്തു വന്നു. അവൻ്റെ വിറയ്ക്കുന്ന കൈകൾ തൻ്റെ കൈകളിലേറ്റു.
ദാസ, ഭയപ്പെടേണ്ട. നിന്റെ കൈകൾ എനിക്ക് ഏറ്റവും സുരക്ഷിതമായ തീരമാണ്. നീയില്ലാതെ ഞാൻ പൂർണ്ണയല്ല. ഇന്നു മുതൽ നമ്മൾ ഒന്നാണ്. അവൾ അവൻ്റെ കൈകളെടുത്ത് അവളുടെ തോളിൽ വെച്ചു. വിറയ്ക്കുന്ന കരങ്ങളോടെ ദാസൻ പതിയെ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്തു. വിറയ്ക്കുന്ന അതരങ്ങൾ അവളുടെ നെറുകയിലും കണ്ണുകളിലും മൃദുവായി പതിപ്പിച്ചു. അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം പൊഴുത്തി. അവരുടെ ഹൃദയമിടിപ്പുകൾ ഒന്നായി. പാത്തു, നിന്നെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല. നിന്നെ ഒരു പൂവ് പോലെ, ഒരു കുഞ്ഞു പോലെ കാക്കും. നിന്റെ ഓരോ ചിരിയും എൻ്റെ ലോകമാണ്. അവൻ മന്ത്രിച്ചു. പാത്തു അവൻ്റെ മുഖം തൻ്റെ മൃദുവായ കൈകളാൽ ഉയർത്തി. അവളുടെ കണ്ണുകളിൽ അനന്തമായ സ്നേഹവും ആഗ്രഹവും നിറഞ്ഞു. ദാസ, നിന്നോടൊപ്പം ഞാൻ പൂർണ്ണയാവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഹൃദയത്തിൻ്റെ രാജ്ഞിയായി ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. ദാസൻ അവളെ മുറുകെ ആലിംഗനം ചെയ്തു. അവൻ്റെ കൈകൾ അവളുടെ മുടിയിലൂടെ പുറത്തൂടെ സ്നേഹത്തോടെ സഞ്ചരിച്ചു. മഴയുടെ ശബ്ദവും അവരുടെ ശ്വാസോച്ഛ്വാസങ്ങളും ഒന്നായി ലയിച്ചു. അവർ ഒന്നിച്ച് കട്ടിലിൽ കിടന്നു. ഒരു നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം ദാസൻ അവളുടെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി പറഞ്ഞു, പാത്തു, ഇന്നു മുതൽ നമ്മുടെ ജീവിതം ഒരു പുതിയ അധ്യായമാണ്. നിന്റെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇനി ഞാൻ ജീവിക്കുന്നത്. പാത്തു അവൻ്റെ നെഞ്ചോട് കൂടുതൽ ചേർന്നു. കണ്ണുകൾ അടച്ചു പുഞ്ചിരിച്ചു. നിന്റെ ഈ നിഷ്കളങ്കമായ സ്നേഹത്തിൽ ഞാൻ സുരക്ഷിതയാണ് ദാസ. നമ്മളിനി ഒന്നാണ്. മഴയുടെ മൃദുവായ താളത്തോടൊപ്പം അവരുടെ സ്നേഹം ഏറ്റവും ശുദ്ധവും ആഴമേറിയതുമായ രൂപത്തിൽ പൂർണ്ണതയിലെത്തി. കാലം മുന്നോട്ട് നീങ്ങിയപ്പോൾ പാത്തുവിൻ്റെ ഉദരത്തിൽ അവളുടെ പ്രിയപ്പെട്ട ദാസന്റെ അംശമായി ഒരു ജീവൻ വളരാൻ തുടങ്ങി. ഒരു പൂമൊട്ടിനി എന്ന പോലെ പാത്തുവിനെ നോവിക്കാതെ ദാസൻ കാത്തു സൂക്ഷിച്ചു. വീട്ടുജോലികളെല്ലാം അവൻ തന്നെ ചെയ്തു തീർത്തു. പാത്തുവിനും കുഞ്ഞിനും വിശ്രമം മാത്രം മതിയെന്ന് അവൻ നിർബന്ധം പിടിച്ചു. സമയാസമയങ്ങളിൽ അവൾക്ക് ഭക്ഷണവും മരുന്നുമായി അവൻ അവൾക്കരികിലുണ്ടാകും. വൈകുന്നേരങ്ങളിൽ അവരൊന്നിച്ച് നടക്കാൻ പോകും. അവനെ കെട്ടാൻ അവൾക്കെന്താ ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചവരെല്ലാം അവനെ കെട്ടിയത് അവളുടെ ഭാഗ്യമെന്ന് തിരുത്തി പറയാൻ തുടങ്ങി. രാത്രികാലങ്ങളിൽ അവളുടെ വയറ്റിൽ മുഖം ചേർത്ത് അവൻ മന്ത്രിക്കും, കുഞ്ഞെ, ലോകത്തിലെ ഏറ്റവും നല്ല അമ്മയാണ് നിന്റേത്. അവളെ നീ വേദനിപ്പിക്കരുത്. അത് കേട്ട് അവളുടെ കണ്ണുകൾ നിറയുമ്പോൾ ആ മുഖം കൈകളിലേന്തി അവൻ തലോടും. തൻ്റെ വയറ്റിലെ കുഞ്ഞും പുറത്തുള്ള ദാസനും ഒരുപോലെ നിഷ്കളങ്കരാണെന്ന തിരിച്ചറിവിൽ പാത്തു അവനെ മാറോടണച്ച് അവൻ്റെ നെറ്റിയിൽ ചുംബനങ്ങൾ നൽകും. അവരുടെ പ്രണയം ഒരു നറുമലർ പോലെ ദിനംപ്രതി വിരിഞ്ഞു. അവസാനമില്ലാത്തൊരു സ്നേഹലോകമായി അത് അവരുടെ ഹൃദയങ്ങളിൽ കുടിയേറി.